നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇനി ആഴ്ചകൾ മാത്രമാണ് ബാക്കിയുള്ളത്. എല്ലാ വകുപ്പുകളും അതിൻ്റെതായ പ്രവർത്തനങ്ങൾ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. ഉദ്ഘാടന പരിപാടികൾ ഒരുപാട് ഈ സർക്കാരിൻ്റെ അവസാന സമയമാകുമ്പോൾ പൂർത്തീകരിച്ച പദ്ധതിയുടെ ഉദ്ഘാടനങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. എല്ലാവരും നല്ല തിരക്കിലാണ്. ഇതിനിടയിലും പട്ടികജാതി വികസന മന്ത്രി OR കേളു നമ്മോടുകൂടി ചേരുകയാണ്. മിസ്റ്റർ സ്വാഗതം. നമസ്കാരം. തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഡ് മെമ്പറായിട്ടുള്ള തുടക്കമാണ്. മിനിസ്റ്ററായിട്ട് ഇപ്പോൾ ഇരിക്കുന്നു. പട്ടികജാതി വിഭാഗത്തിന് വേണ്ടി എന്തൊക്കെ ഈ കാലങ്ങളിൽ ചെയ്യാം, മന്ത്രിയായിരുന്നപ്പോൾ എന്തൊക്കെ ചെയ്യാൻ കഴിഞ്ഞു എന്നൊന്ന് വിശദമാക്കാമോ? ഞാൻ മന്ത്രിയായിട്ടിപ്പം 2 വർഷം പൂർത്തിയാവുന്നു. ഈ സമയം ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. പ്രധാനമായിട്ടും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്തിട്ടുള്ളത്. ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഏതെല്ലാം കോഴ്സിന് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഡോക്ടറാവാൻ, എൻജിനീയറാവാൻ, IAS ഉദ്യോഗസ്ഥനാവാൻ, IPS ഉദ്യോഗസ്ഥനാവാൻ, പൈലറ്റാവാൻ, അതേപോലെ തന്നെ പാരാമെഡിക്കൽ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള എല്ലാ ഗവൺമെൻറ് കോഴ്സുകളും പൂർത്തിയാക്കുന്നതിനും അത് പഠിക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഗ്രാൻറ്റുകൾ നമ്മൾ യഥേഷ്ടം നമ്മൾ കുട്ടികൾക്ക് കൊടുത്തു വരുന്നു. വിദേശത്ത് പോയി പഠിക്കാനും അവിടെ പ്ലേസ്മെൻ്റ് എടുക്കാനും താല്പര്യമുള്ള കുട്ടികളെ നമ്മൾ സെലക്ട് ചെയ്ത് ഒരു കുട്ടിക്ക് 25 ലക്ഷം രൂപ കൊടുത്ത് നമ്മൾ വിദേശത്തേക്ക് വിട്ട് പഠിപ്പിക്കുന്നു. അതുപ്രകാരം 1160 കുട്ടികളെയാണ് ഇപ്പം വിദേശ രാജ്യങ്ങളിൽ നമ്മൾ അയച്ചിട്ടുള്ളത്. ഈ 25 ലക്ഷം വെച്ചിട്ട് 1160 കുട്ടികളെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ അയച്ചിട്ടുണ്ട്. UK പോലെയുള്ള, സ്കോട്ട്ലൻഡ് പോലെയുള്ള, ഓസ്ട്രേലിയ പോലെയുള്ള രാജ്യങ്ങളിൽ. അവിടെ ഏറ്റവും നല്ല യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കുകയും ആ രാജ്യത്ത് തന്നെ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു പഠനം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നു. പിന്നെ ഏകദേശം 6 ലക്ഷത്തോളം കുട്ടികൾക്കാണ് നമ്മൾ ലംസം ഗ്രാൻറ്റും സ്റ്റൈഫൻറ്റും മറ്റും കാര്യങ്ങൾ നമ്മൾ കൊടുക്കുന്നത്. ഇങ്ങനെ പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ വകുപ്പ് ഊന്നൽ കൊടുത്തിട്ടുള്ളത് പട്ടികജാതി പട്ടികവർഗ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് പുറമെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ട്രേസ് എന്ന് പറഞ്ഞിട്ട് സ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ +1 തോറ്റു, +2 തോറ്റു, പിന്നെ ഉപരി പഠനം നടത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇടക്കാലം കൊണ്ട് പഠനം നിർത്തിപ്പോയിട്ടുള്ള യുവാക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് എന്തെങ്കിലും തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കൊടുക്കുന്ന പരിപാടിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളെ നേരിട്ട് ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ഈ വിദ്യാഭ്യാസത്തിനുള്ള ആവശ്യമായ പണം കിട്ടുന്നില്ല, അവർക്ക് പഠിക്കാൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ള പ്രതിസന്ധി. അപ്പോൾ മിനിസ്റ്റർ കൊച്ചിലെ അനുഭവിച്ചിട്ടുള്ള ആ വിഷമങ്ങൾ ആണോ ഇങ്ങനെയുള്ള പുതിയ പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാനുള്ളൊരു ഊർജ്ജമായി വന്നത്? അതെ, പൊതുവെ നമ്മൾ SC/ST കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ അവർക്ക് ഈ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ അല്ലെങ്കിൽ ലാൻഡ്ലെസ് ഫാമിലി ഒക്കെ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ബഹുഭൂരിപക്ഷവും. അപ്പോൾ അതുകൊണ്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു ഓൺ ഫണ്ട് ജനറേറ്റ് ചെയ്യാനൊന്നും സാധിക്കില്ലല്ലോ. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കൂടി മാത്രമേ അവരെ നമുക്ക് ഒരു മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഊന്നൽ കൊടുക്കുന്നത്. ഈ പഴയ കാലത്ത് നിന്ന് ഇപ്പോഴത്തെ ആ കുട്ടികളുടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസം കുറച്ചുകൂടെ മെച്ചപ്പെട്ട് അവർ എല്ലാ മേഖലയും കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം കാര്യമായി കിട്ടുന്നുണ്ട്, അങ്ങനെ ഉറപ്പ് വരുത്തുന്നുണ്ടോ മിനിസ്റ്റർ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ഈ വിഭാഗത്തിലെ കുട്ടികൾക്ക് ഇപ്പോൾ ഏബിളായിട്ട് വരണം. ഇപ്പോൾ ഒരു കുട്ടിക്ക് ഇപ്പോൾ MBBS ചേരണമെന്നുണ്ടെങ്കിൽ അതിനുള്ള യോഗ്യത നേടണമല്ലോ. തീർച്ചയായിട്ടും നീറ്റ് പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റ് വരണമല്ലോ. ഇപ്പോൾ നേഴ്സിങ്ങിന് നമുക്ക് റാങ്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ LBS എഴുതി റാങ്ക് ലിസ്റ്റ് വരണം. അപ്പോൾ യോഗ്യത പ്രധാന മാനദണ്ഡം തന്നെയാണ്. അപ്പോൾ ആ യോഗ്യതകൾ പരിശോധിക്കുമ്പോൾ അങ്ങനെ യോഗ്യത നേടി വരുന്ന കുട്ടികളിപ്പോൾ ഒരു ധാരാളമുണ്ട്. മറ്റുള്ള വിഭാഗങ്ങളിൽ പോലെ തന്നെയുണ്ട്. അതെ, മറ്റുള്ള വിഭാഗങ്ങളിൽ പോലെ തന്നെ നമ്മുടെ SC/ST കുട്ടികൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ എത്ര കുട്ടികൾ MBBS ചേർന്ന് പഠിക്കുന്നുണ്ട്.
ഇപ്പോൾ പാലക്കാട് മെഡിക്കൽ കോളേജ് ഇവർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അവിടുത്തെ സീറ്റ് പൂർണ്ണമാവാറുണ്ട്. അവിടെ സീറ്റ് പൂർണ്ണമായി. ഇപ്പോൾ ഓരോ വർഷവും നമ്മൾ 60ഓളം കുട്ടികൾക്കാണ് MBBS അഡ്മിഷൻ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഓരോ 5 വർഷം കഴിയുമ്പോഴും 60ഓളം ഡോക്ടർമാരാണ് പുറത്തിറങ്ങുന്നത്. അപ്പോൾ ഈ വിഭാഗത്തിൽ നിന്ന് ഒരുപാട് ഡോക്ടർമാരെ ഉണ്ടാക്കുക. അപ്പോൾ പൊതുസേവനം കൊടുക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതം കരുപ്പിടിപ്പിക്കാൻ വേണ്ടി സാധിക്കും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഈ വിദ്യാർത്ഥികൾ നേരിട്ടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ് ഈ സ്കോളർഷിപ്പ്, അങ്ങനെയുള്ള അതിൻ്റെയൊക്കെ തുക കിട്ടാതായി പോകുന്നു, മുടങ്ങുന്നു എന്നുള്ളതൊക്കെ. അതൊക്കെ ഒരു പരിധിവരെ പരിഹരിച്ചു എന്ന് തോന്നുന്നു. ഇത് ഞാൻ വരുമ്പോൾ കുറച്ച് ഷോർട്ടേജ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വളരെ വേഗം തന്നെ ഗവൺമെൻറ് ഇടപെട്ടു. ഒരു ബഡ്ജറ്റിന് പുറമെ ഒരു 300 കോടി തന്നെ ധനകാര്യ വകുപ്പ് മന്ത്രി അഡീഷണൽ തന്നു. അങ്ങനെ നമ്മൾ 2026 മുമ്പ് കുറച്ച് കുടിശ്ശികയുള്ളതെല്ലാം നമുക്ക് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിച്ചു. ഈ വിദ്യാഭ്യാസം പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു സംരംഭം തുടങ്ങുക എന്നുള്ളത്. പണ്ട് ഒക്കെ അവർക്ക് സംരംഭം തുടങ്ങണമെങ്കിൽ മിനിസ്റ്റർ നേരത്തെ സൂചിപ്പിച്ച പോലെ പണത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു. അത് എത്രത്തോളം വിജയകരമായി നടപ്പാക്കാൻ വേണ്ടി ഈ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്? അല്ല, ഇപ്പോൾ നമ്മൾ അത് പുതിയതായിട്ട് ഞാൻ മന്ത്രിയായി ചുമതലയെടുത്തതിന് ശേഷം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. 2 പദ്ധതിയാണ് സംരംഭത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2 ദിവസം മുമ്പ് നമ്മൾ തൃശ്ശൂർ വെച്ച് ഇതിൻ്റെ സ്റ്റേറ്റ് തല ഉദ്ഘാടനം ഞാൻ നടത്തി. 2 ദിവസം മുമ്പ് തൃശ്ശൂർ വെച്ചിട്ട് 300ഓളം ചെറുപ്പക്കാരികളും ആ ലോൺ മേളയിൽ പങ്കെടുത്തു. സംരംഭക ഇതിൽ നേരിട്ട് പങ്കെടുത്തവർ. ഞാനാണത് ഉദ്ഘാടനം ചെയ്തത്. അവർക്ക് ഇതിൻ്റെ വശങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ഒരാൾക്ക് 10 ലക്ഷം രൂപ ലോൺ തരും, 2 ലക്ഷം രൂപ നമുക്ക് സബ്സിഡിയാണ്, ഏത് സംരംഭം വേണമെങ്കിൽ നമുക്ക് തിരഞ്ഞെടുക്കാം. പുതിയതായിട്ട് ഇപ്പോൾ അതിൻ്റെ പേര് സമൃദ്ധി കേരളം എന്നുള്ളതാണ്. അതാണ് അത് നടപ്പാക്കുന്നത് നമ്മുടെ വകുപ്പിൻ്റെ SC/ST കോർപ്പറേഷൻ വഴിയാണ്. SC/ST കോർപ്പറേഷനാണ് അവർക്ക് ലോൺ കൊടുക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ SC/ST സഹോദരിമാർ കാണുമല്ലോ കുടുംബശ്രീയിലൊക്കെ. അപ്പോൾ കുടുംബശ്രീക്കാർക്ക് ഒരു ബാങ്കിൽ ലോൺ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ഈട് കൊടുക്കേണ്ടത് വരും. ചിലപ്പോൾ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ ജാമ്യം വേണ്ടി വരും, അല്ലെങ്കിൽ സ്ഥലത്തിൻ്റെ ആധാരം വേണ്ടി വരും, പട്ടയം വേണ്ടി വരും, ഇങ്ങനെയൊക്കെയുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ തീരുമാനം എടുത്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ കുടുംബശ്രീ സഹോദരിമാർക്ക് SC/ST കോർപ്പറേഷൻ ഒരു ഈടില്ലാതെ നേരിട്ട് തന്നെ കൊടുക്കുക, നമ്മൾ ലോൺ കൊടുക്കുകയാണ്. അവർ സംരംഭത്തിന് വേണ്ടി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ അതിനകത്തൊരു സംശയമായി തോന്നിയത്, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്ന ഈ വിദ്യാർത്ഥികൾക്കും കുടുംബാംഗങ്ങൾക്കും സംസ്ഥാന സർക്കാർ ഒരുപാട് ആനുകൂല്യങ്ങൾ പ്രഖ്യാപിക്കുന്നുണ്ട്. ഇത് അറിയാതെ പോകുന്നതിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഫീൽ ചെയ്തിട്ടുണ്ടോ മിനിസ്റ്റർക്ക്? ഞാൻ എല്ലാ യോഗത്തിലും പോകുമ്പോൾ ഇത് പ്രത്യേകം എടുത്ത് പറയാറുണ്ട്. കാരണം വെച്ചാൽ നമ്മുടെ ഗവൺമെൻറ് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് വേണ്ടിയിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പാക്കുന്നു എന്നുള്ളതൊന്നും ആരും ഇവർ ശ്രദ്ധിക്കുന്നില്ല. അശ്രദ്ധപരമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ആരെങ്കിലുമൊക്കെ മന്ത്രിമാരോ അല്ലെങ്കിൽ MLA-മാരോ ആരെങ്കിലുമൊക്കെ ഏതെങ്കിലും യോഗത്തിലോ മറ്റു കാര്യങ്ങളിലേക്ക് നമ്മൾ പറയുമ്പോഴാണ് അയ്യോ ഇങ്ങനെയൊക്കെ പദ്ധതി ഉണ്ടോ എന്ന് അവർ ചിന്തിക്കുന്നത്. അയ്യോ സാറേ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന പദ്ധതി. ഞാൻ എൻ്റെ മന്ത്രിയുടെ ഫേസ്ബുക്കിൽ നമ്മൾ വകുപ്പ് നടപ്പാക്കുന്ന എല്ലാ പദ്ധതികളും നമ്മൾ ഫേസ്ബുക്ക് വഴി നമ്മൾ വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ എല്ലാവരും അലൗൺസ് ചെയ്ത് പോകുന്ന സ്ഥലത്തൊക്കെ അലൗൺസ് ചെയ്യുന്നുണ്ട്. മന്ത്രിയുടെ ഫേസ്ബുക്ക് നിങ്ങൾ നോക്കണം. അതിൽ വേറെ കാര്യങ്ങളും കാണത്തില്ല. നമ്മുടെ ഒഫീഷ്യലായിട്ടുള്ള ഗവൺമെൻറ് കാര്യങ്ങൾ മാത്രമേ കാണുള്ളൂ. അതിൽ കൂടി നമ്മൾ SC/ST വിഭാഗത്തിൽ നടപ്പാക്കുന്ന പദ്ധതികളുടെ കാര്യങ്ങളൊക്കെ നമ്മളിതിൽ വിടുന്നുണ്ട്. നിങ്ങൾ നോക്കണം. കാരണം അങ്ങനെ അതിൽ വിടാൻ വേണ്ടി കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഒരു ഈ സോഷ്യൽ മീഡിയ സംസ്കാരമാണല്ലോ. സോഷ്യൽ മീഡിയ സംസ്കാരമാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇവർ റീൽസ് നോക്കും. നോക്കുമല്ലോ. റീൽസ് നോക്കുമ്പോഴെങ്കിലും ഇതെല്ലാം കാണുമല്ലോ. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവർ മനസ്സിലാക്കി വരട്ടെ വിചാരിച്ചിട്ട് നമ്മുടെ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിയെല്ലാം ഇതിൽ കൂടി മന്ത്രിയുടെ ഫേസ്ബുക്ക് വഴി വിട്ടുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ ഈ വയനാട് ജില്ലയിൽ നിന്നാണ് മിനിസ്റ്റർ വരുന്നത്. അവിടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രതിസന്ധിയാണ്. കേരളത്തിലെ ചില മേഖലകളിലുണ്ടെങ്കിലും കൂടുതൽ പ്രതിസന്ധി വയനാടെന്നാണ്. വന്യജീവി അക്രമം. MLA ആയിരുന്നപ്പോൾ ചെയ്യാൻ കഴിയാത്ത കുറച്ച് അധികാരവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ മന്ത്രിയായിരിക്കുമ്പോൾ ചെയ്യാൻ പറ്റും. അതിനെ ഇപ്പോൾ എങ്ങനെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ വേണ്ടി കഴിയുന്നുണ്ട്? അതെ, ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയ ഒരു ഇനിഷ്യേറ്റീവ് തന്നെ ഞാൻ തന്നെ എടുത്തു. ഞാൻ എൻ്റെ മണ്ഡലത്തിൽ തന്നെ എൻ്റെ MLA ഫണ്ട് ഒരു 2 കോടി രൂപ ഈ വന്യമൃഗ ഫെൻസിങ്ങിന് ഞാൻ തന്നെ വെച്ചു. 2 കോടി രൂപ. അത് വെച്ചാൽ ഈ ഹാങ്ങിങ് ഫെൻസിങ് ആണ്. വളരെ 99% ഫലപ്രദമാണ്. അതേപോലെ തന്നെ മറ്റേ റെയിൽ ഫെൻസിങ് നടപ്പാക്കി.
എൻ്റെ മണ്ഡലത്തിൽ 6 കിലോമീറ്റർ റെയിൽ ഫെൻസിങ് നടത്തി. ആദ്യം ഈ റെയിൽ ഫെൻസിങ് നടത്തുന്ന സ്ഥലത്ത് ഒരു കൃഷി എടുക്കാൻ പറ്റില്ല, എല്ലാം ആന നശിപ്പിക്കലാണ്. പക്ഷേ ഞാൻ വളരെ ഇടപെട്ടുകൊണ്ട് 6 കിലോമീറ്റർ പോകുന്ന റെയിൽ ഫെൻസിങ് നമ്മൾ നടത്തി ആ പദ്ധതി പൂർത്തീകരിച്ചപ്പോൾ ഇപ്പോൾ അവിടെയുള്ള എല്ലാവരും കൃഷി എടുക്കുന്നുണ്ട്. ഇപ്പോൾ 2 വർഷമായിട്ട് ഒരു ആനശല്യം അവിടെ ഇല്ല. അത് വെച്ചാൽ ഫലപ്രദമായിട്ട് നമുക്ക് ഈ കാര്യത്തിൽ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കിയാൽ കുറേയൊക്കെ നമുക്ക് പ്രതിരോധിക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ പിന്നെ പറയാൻ വേണ്ടി കഴിയുക. പണ്ട് കാലത്തൊന്നും നമുക്ക് കാണാൻ കഴിയാത്തതാണ് ഈ റോഡിലൊക്കെ വന്യജീവികൾ വരിക എന്നുള്ളത്. ഇപ്പോൾ എന്തുകൊണ്ട് അവരിങ്ങനെ റോഡിലേക്ക് വരുന്നു അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് വരുന്നു? ഈ കേന്ദ്ര നിയമം എന്തെങ്കിലും ഇതിനെ തടയാൻ വേണ്ടി നമുക്ക് തടസ്സമായി നിൽക്കുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അത് വന്യമൃഗശല്യം ഇനി നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം ജനപ്പെരുപ്പം പോലെ തന്നെ വൈൽഡ് ലൈഫ് ആനിമൽസിലും അതിൻ്റെ വർധനവുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുകൂടാ. വനം വർദ്ധിക്കുന്നില്ലല്ലോ. മനുഷ്യർ എങ്ങനെയാണ് വർദ്ധിക്കുന്നത് അതേപോലെ തന്നെ മൃഗങ്ങളിലും വർധന ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ സെൻസസ് എടുത്തല്ലോ, ആന 10 മടങ്ങ് വർദ്ധിച്ചു, കടുവ വർദ്ധിച്ചു. അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ രാഷ്ട്രീയ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന എക്സ്റ്റൻഡഡ് CC, ഇപ്പോൾ വെള്ളപ്പൽശാല നടന്ന എക്സ്റ്റൻഡഡ് CCയിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽ നിന്നും പാർട്ടി കുറച്ചകന്നു പോകുന്നു എന്നൊരു വിലയിരുത്തലും അത് സംസ്ഥാന നേതൃത്വത്തിന് മുന്നിലേക്ക് വരുമ്പോൾ അത് പരിഹരിക്കണം എന്നൊരു ഒരു കണക്കുകൂട്ടലും എല്ലാം പാർട്ടിക്കുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഈ വിഭാഗം, പാർട്ടിയുടെ ഒരു സ്വത്തായിരുന്നു അവർ, എന്തുകൊണ്ടാണ് ഇങ്ങനെ അവർ കുറച്ചെങ്കിലും ഒന്ന് അകൽച്ച അവർ പാലിക്കുന്നതെന്നാണ് മിനിസ്റ്റർ കരുതുന്നത്? അതിനെ ഞാൻ പൊതുവേ എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്, എൻ്റെ വ്യക്തിപരമായിട്ട് കാഴ്ചപ്പാടാണ് ഞാൻ പറയുന്നത്. അതിനെ ഒരു പൊളിറ്റിക്കലായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം കേരളത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ്, ഒരു പുരോഗതി എന്ന് പറയുന്നത് അതിവേഗത്തിലുള്ളതാണ്. അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. അത് SCO ST ജനറലോ ആയിക്കോട്ടെ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലുണ്ട്. അതിൻ്റെ പശ്ചാത്തലത്തിൽ പുതിയ കാഴ്ചപ്പാടുകളും സംസ്കാരങ്ങളും അഭിരുചികളും രൂപപ്പെടുന്നു എന്നുള്ളതാണ് വ്യക്തിപരമായി എൻ്റെ നിരീക്ഷണം. ഷോ ക്രെഡിറ്റ്സ് brought to you by ഒരു മികച്ച ജോലിക്കായി പഠിക്കൂ SLBS മാക്ലാൻസിൽ. SLBS മാക്ലാൻസ്. മത്സരം എത്ര കടുപ്പമേറിയാലും നമ്മൾ നേടും. റേസ് ദി എൻട്രൻസ് സ്പെഷ്യലിസ്റ്റ്. റൂഫിംഗ് ആയാലും ക്ലാഡിംഗ് ആയാലും കാലത്തെ വെല്ലുന്നതാവണം, ലക്ഷണം ഒത്തതാവണം. ലക്ഷ്യം റൂഫിംഗ്. Omega-3 ആരോഗ്യ പരിരക്ഷ നൽകുന്ന ഒരേയൊരു സാമ്പാർ പൊടി, ഡോക്ടർ ബി സാമ്പാർ പൊടി. ഈദ്, ഇത് ഹൃദയത്തിന്റെ ആഘോഷം. ഇപ്പോൾ തന്നെ whitegold.money സന്ദർശിക്കൂ. 30 മിനിറ്റിൽ നിങ്ങളുടെ സ്വർണം പണമാക്കി മാറ്റൂ. മനസ്സിനിണങ്ങിയ പങ്കാളിയെ കണ്ടെത്തുവാൻ വേ ടു നിക്കാ, ദ മുസ്ലിം മാട്രിമോണിയൽ. ബാക്ക്ഗ്രൗണ്ടിൽ എന്താ മൂവ്മെന്റ്? ഈ ചുവരിലെ കറകൾ ക്ലീൻ ചെയ്യാൻ ടൈമായില്ലേ? സർ, ഷോട്ട് റെഡി. സാറ് ഇൻഡിഗോ സ്റ്റെയിൻ ഫ്രീ മത്സ്യം അടിച്ചിരിക്കുന്നേ. അത് പറയണ്ടേ? ചുമരിലെ കറകളെ മിന്നൽ വേഗത്തിൽ തീർത്തു. ഇൻഡിഗോ പെയിന്റ്, സ്റ്റെയിൻ ഫ്രീ ഇന്റീരിയർ എമൽഷൻ. കറകളെ കറക്കിയെറിയൂ. നാട്ടുകാരുടെ കേളുവെട്ടനാണ്. മന്ത്രിയായതിനു ശേഷവും കേളുവെട്ടാന്ന് തന്നെയാണ് നാട്ടുകാർ വിളിക്കുക. അതെ, അത് ചിലത് പിന്നെ എന്നെ ചില ഈ ചെറുപ്പം തൊട്ടേ കാണുന്ന ആൾക്കാരാണ്. അങ്ങനെ ജനങ്ങളുടെ കൂട്ടത്ത് അങ്ങനെ വളർന്നു. പിന്നെ ഒരു ജനപ്രതിയായി, പിന്നെ ഇപ്പോൾ മന്ത്രി വരെ എത്തി. അങ്ങനെ ആ ചെറുപ്പത്തെ കണ്ടുള്ള ആ ലോകിയും ആ തമാശയും വെച്ചിട്ട് എല്ലാവരും അങ്ങനെയാണ് ഇപ്പോഴും വിളിക്കുന്നത്. ആരും ഒരു MLA ആയിട്ടോ മന്ത്രിയായിട്ടൊന്നും അങ്ങനെ കാണുന്നില്ല. അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു പിന്നെ ഒരു ഫ്രീഡം എന്നോടുണ്ട്. എല്ലാവർക്കും ഉണ്ട്. എല്ലാവർക്കും ഒരു മന്ത്രീനെ
ഇങ്ങനെയൊക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. അവർക്ക് ഒരു ചേട്ടനെ പോലെ കാണാൻ ആർക്കും. അതെ, അതാണ് എല്ലാവരും അങ്ങനെ വിളിക്കുന്നത്. ഇപ്പോൾ ചില ആൾക്കാർ എന്നെക്കാളും 2 ഇരട്ടി പ്രായമുള്ള ആൾക്കാരും അങ്ങനെയൊക്കെയാണ്. നമുക്ക് ചിലപ്പോൾ നമുക്കെന്നെ നാടകടയിൽ പോകുന്നുണ്ട്. എന്നെക്കാളും 2 ഇരട്ടി പ്രായമുള്ള ആൾക്കാരും കീഴോട്ടെന്നാണ് ചിലപ്പോൾ എന്നെ വിളിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും അതൊരു സുപരിചിതമായ വാക്കായതുകൊണ്ട് കുട്ടികളും വലിയവരും എല്ലാവരും അങ്ങനെ വിളിച്ചു വരുന്നു. അത്ര. ഇപ്പോൾ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 2001 തോന്നുന്നു വാർഡ് മെമ്പർ ആവുന്നത് അല്ലേ? 2000. അതിനു മുമ്പ് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയമൊക്കെ ഉണ്ടായിരുന്നു, അതോ ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ രാഷ്ട്രീയത്തിലേക്ക് യാദൃച്ഛികമായി വന്നു പെട്ടതാണോ? അല്ല, എൻ്റെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറയുകയാണെങ്കിൽ വെച്ചാൽ ഞങ്ങളൊരു കൂട്ടുകുടുംബ വ്യവസ്ഥയിലൊക്കെ ആയിരുന്നു. കൂട്ടുകുടുംബ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ ഞാനങ്ങ് അതായിട്ട് പറഞ്ഞു, കൂട്ടുകുടുംബ വ്യവസ്ഥ ആയതുകൊണ്ട് തന്നെ വലിയ ദാരിദ്ര്യമുണ്ട് കുടുംബത്തിൽ. എത്ര തേച്ചപ്പാടുണ്ടാവുമല്ലോ. ആ സമയത്താണ് നക്സൽ വർഗീസിൻ്റെ ഒക്കെ ഒരു വിഷയം ഞങ്ങളുടെ പഞ്ചായത്തിലാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അവരൊക്കെ ഈ ആദിവാസികളെ സംഘടിപ്പിക്കാനും അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടും കൂലിക്കും വല്ലിക്കും ഒക്കെ പോരാട്ടം നടത്തലും മറ്റു കാര്യങ്ങളൊക്കെ എൻ്റെ ചെറുപ്പത്തിലൊരു ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ ചെറിയ രീതിയിലൊരു ഇൻഫ്ലേഷൻ നമ്മൾ വളരെ ചെറുപ്പത്തിൽ അങ്ങനെ വന്ന് എൻ്റെ അച്ഛനൊക്കെ അന്ന് നക്സലിൻ്റെ പേര് പറഞ്ഞ് എൻ്റെ അച്ഛനൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോൾ വളരെ ചെറുപ്പത്തിലെ ഇങ്ങനെയുള്ള കുറേ ഇതൊക്കെ നമ്മുടെ തലമണ്ടയിൽ കയറി. പിന്നെ അവിടെ വീടിൻ്റെ അടുത്ത് ഒരു വായനശാല ഉണ്ടായിരുന്നു. പിന്നെ വായനശാലയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയും ബുക്ക് കൊടുക്കലും വായിക്കലും ഒക്കെ. പിന്നെ വളരെ ചെറുപ്പത്തിലെ പത്രം വായിക്കും. അങ്ങനെ പിന്നെ 2000 ഒരു തെരഞ്ഞെടുപ്പ് വന്നു. തെരഞ്ഞെടുപ്പ് വന്നപ്പം സ്ഥാനാർത്ഥിനെ അന്വേഷിച്ച് നടന്നു. ഒരു സ്ഥാനാർത്ഥിനെയും കിട്ടാതെ വന്നപ്പോൾ അവസാനം പാർട്ടി എന്നെ കണ്ടെത്തി. അങ്ങനെ ആരെയും കിട്ടാതെ വന്നപ്പോൾ എന്നെ നിർബന്ധിച്ച് സ്ഥാനാർത്ഥിയാക്കി. ഞാൻ ആ തെരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വാർഡിൽ സ്വതന്ത്രനായിട്ടായിരുന്നോ? അല്ലല്ല, CPM-ൻ്റെ പാർട്ടി ചിഹ്നത്തിൽ CPM-ൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തന്നെ ഞാൻ മത്സരിക്കുന്നു. ഫസ്റ്റ് ഞാൻ ജയിക്കുന്നു. അതോടുകൂടിയിട്ട് ഞാൻ ഒരു ഫുൾ ടൈം ആയി. പിന്നെ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുന്നു. പിന്നെ ഫുൾ ടൈം ആയി. പിന്നെ വെച്ചാൽ 24 hours രാഷ്ട്രീയവും തന്നെയായിട്ട് അങ്ങനെ. ഈ കൃഷി ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്, വാഴ കൃഷിയൊക്കെ ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കൃഷിയൊക്കെ എന്ത് ചെയ്യുന്നു? അന്നേരം ഇപ്പോൾ അതൊന്നുമില്ല. അതെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞങ്ങൾ കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കൃഷി പാരമ്പര്യമുള്ള ആളാണ്, കുടുംബമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു 27 പഞ്ചായത്ത് പ്രസിഡൻ്റായ സമയത്ത് ഞാൻ കൃഷി ചെയ്തിരുന്നു. ഈ പറഞ്ഞ പോലെ ഇഞ്ചി കൃഷി, വാഴക്കൃഷി, നെൽകൃഷി, ഇങ്ങനെ എല്ലാ കൃഷിയും നല്ല രീതിയിൽ ഞാൻ ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റ് ആയിരുന്നപ്പോഴും ഞാൻ ചെയ്തു. 5 ഏക്കർ വയൽ വരെയൊക്കെ ഞാൻ സ്വന്തമായിട്ട് ഞാൻ കൃഷിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വെച്ചാൽ നമുക്കിപ്പോൾ പിന്നെ വെച്ചാൽ സമയം ഒട്ടും കിട്ടുന്നില്ല. ഇപ്പോൾ എല്ലാം നിർത്തി. കാരണം ഈ പഞ്ചായത്ത് പ്രസിഡൻ്റ് ആകുമ്പോൾ വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളാണ്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായി, പിന്നെ MLA ആയി, പിന്നെ മന്ത്രിയായി വരുമ്പോൾ പിന്നെ നമുക്ക് ഇതിനോടൊന്നും പിന്നെ ഒട്ടും സമയം ലഭിക്കുന്നില്ല. അതുകൊണ്ട് കൃഷിയുമൊക്കെ ഒരു അന്യമായി എന്ന പോലെ ആണ് ഉള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഇത്രയും കാലം MLA ആയി, ഇപ്പോൾ മന്ത്രിയായി, ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് എന്തെങ്കിലും ഒരു മനസ്സിലൊരെന്തെങ്കിലും ഇവർക്ക് വേണ്ടി ഇത് ചെയ്യണം എന്നൊരു തോന്നൽ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ആ പദ്ധതി നടപ്പാക്കാൻ വേണ്ടി ആഗ്രഹം ഉണ്ടോ? അങ്ങനെ ഈ കാര്യം അവർക്ക് ചെയ്തിരുന്നെങ്കിൽ നന്നായി എന്ന് തോന്നലുണ്ടാക്കുന്ന എന്തെങ്കിലും? ഇല്ല, അവർക്ക് എൻ്റെ ഒരു മനസ്സിലുള്ള കാര്യം എന്ന് പറഞ്ഞാൽ 2 കാര്യം മാത്രമേ ഉള്ളൂ. അവർക്ക് കയറിക്കിടക്കാൻ 5 സെൻറ്റ് ഭൂമിയെങ്കിലും നിർബന്ധിതമാക്കുക, മരിച്ചാൽ കുഴിച്ചിടാൻ, അല്ലെങ്കിൽ മഴയത്തും വെയിലത്തും കൊള്ളാതെ ഇടിക്കാൻ ഒരു കൂര വെച്ച് കെട്ടാൻ. ആ വീടിൻ്റെ കാര്യം കൂടെ ഒന്ന് പറഞ്ഞ് നമുക്ക്. പിന്നെ ഒരു 5 സെൻറ്റ് ഭൂമി, അതിലൊരു വീട്, അതൊരു അടിസ്ഥാനം തന്നെയാണ് അവരെ സംബന്ധിച്ചുള്ളത്. അതെല്ലാവർക്കും ഉറപ്പാക്കണം. അത് ആരും ഒരാൾ പോലും ശേഷിക്കാതെ ഉറപ്പാക്കണമെന്നുള്ള ഒരാഗ്രഹമാണ് ഒന്നുള്ളത്. രണ്ടാമത്തെ കാര്യം വെച്ചാൽ പരമാവധി എഡ്യൂക്കേറ്റഡ് ആക്കുക, വിദ്യാഭ്യാസം കൊടുക്കുക. ഇത് മാത്രമേ ഇന്നത്തെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നമ്മൾ കാണേണ്ട കാര്യമായിട്ടുള്ളൂ.
മൂന്നാം ഭരണത്തിലേക്കുള്ള പോക്കാണ് എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. മൂന്നാം ഭരണത്തിലേക്ക് എത്തും എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് മിനിസ്റ്റർ. അത് ഏതൊരു കേരളീയനെ പോലെ മന്ത്രിയാണെങ്കിലും രാഷ്ട്രീയക്കാരനാണെങ്കിലും ഒരു ജനപ്രതിനിധി നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയ്ക്ക് ഈ കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ഭരണം നടത്തി. ആർക്ക് വേണമെങ്കിലും വിലയിരുത്താവുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ MLA-മാരെ സംബന്ധിച്ച്, മന്ത്രിമാരെ സംബന്ധിച്ച്, ഏതെങ്കിലും മണ്ഡലത്തിലെ വികസനം നടക്കാത്തത് സംബന്ധിച്ച്, ഒരു അഴിമതിയെ സംബന്ധിച്ച്, ഒരു വർഗീയതയെ സംബന്ധിച്ച്, എല്ലാ വശങ്ങളും ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാവുന്ന കാര്യമാണ്. ആർക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്ന കാര്യങ്ങളാണ്. അവിടെയൊക്കെ 100% എന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഒരു 10-90% ഈ കാര്യങ്ങളൊക്കെ വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് കേരളത്തിൽ നടക്കുന്നതെന്നുള്ളത് എല്ലാവർക്കും കാണാൻ വേണ്ടി സാധിക്കും. കേരളത്തിലെ എല്ലാ ജനവിഭാഗങ്ങളെയും ഒരുമിച്ച് നിർത്താനും 140 നിയോജക മണ്ഡലമുണ്ട്. 140 നിയോജക മണ്ഡലത്തിലും കേരളത്തിൻ്റെ വികസന പദ്ധതികൾ ഒരേപോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ക്ഷേമ പദ്ധതികളായാലും പെൻഷൻ്റെ കാര്യങ്ങളായാലും, ഇപ്പോൾ 35 വയസ്സ് കഴിഞ്ഞ സഹോദരിമാർക്കുള്ള പുതിയ പെൻഷൻ സമ്പ്രദായമായാലും, നമ്മുടെ റേഷൻ കടയിലെ പൊതുവിതരണ ശൃംഖലയായാലും ഒക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ എവിടെയാണ് നമുക്ക് ഒരു കുറ്റം പറയാൻ അങ്ങനെ കഴിയുക? അപ്പം അങ്ങനെ നോക്കുമ്പോൾ പ്രബുദ്ധരായിട്ടുള്ള വോട്ടർമാർ ഈ ഇടതുപക്ഷത്തെ തന്നെ അധികാരത്തിൽ കൊണ്ടുവരണം എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. കാരണം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണല്ലോ കേരളക്കാരെന്ന് പറയുന്നത്. വിദ്യാഭ്യാസം കൊണ്ടും ചിന്താഗതി കൊണ്ടും എല്ലാം കൊണ്ടും വളരെ നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. രാഷ്ട്രീയപരമായിട്ട് നന്നായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ പൊതുവായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇടതുപക്ഷത്തിൽ തന്നെ വോട്ട് ചെയ്യണം വോട്ടർമാർ. എന്തായാലും ഈ തിരക്കിനിടയിൽ ഇത്രയും നേരം തന്നതിന് നന്ദി. മാനന്തവാടിയിൽ നിന്ന് വീണ്ടും മത്സരിക്കാൻ ഉള്ള ആശംസ ഇപ്പോഴേ നേരിടുന്നു. ശരി, നമസ്കാരം.